ശരിക്കും രാജ്യത്ത് കോൺഗ്രസ് എന്തെടുക്കുകയാണ്? പഞ്ചാബിൽ അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്നു ഫെബ്രുവരിയിൽ. പഞ്ചാബിലെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി വലിയ സന്നാഹമാണ് BJP ചെയ്യുന്നത്. അതുപോലെ തന്നെ ബംഗാളിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഒരു ഘട്ടം കൂടെ ഉണ്ട്. അവിടെയും വലിയ സന്നാഹമാണ് BJP ചെയ്യുന്നത്. ബീഹാറിൽ വലിയ സന്നാഹം നടത്തിയവർ നിതീഷ് കുമാറിന്റെ സഹായത്തിൽ ഭരണം പിടിച്ചു. ഇനിയിപ്പോൾ ഉത്തർപ്രദേശിൽ ഉടനെ തെരഞ്ഞെടുപ്പ് വരുന്നു. 27-ൽ ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് വരുന്നു. ശരിക്കും പറഞ്ഞാൽ BJP ശക്തമായ ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തി. വരുന്ന ഓരോ തെരഞ്ഞെടുപ്പിലും അവർ അടുത്ത സ്റ്റേറ്റ് പിടിക്കുക എന്നുള്ള ഒരു എക്സർസൈസ് ചെയ്തു പോവുകയാണ്. ഒരു തമാശയ്ക്ക് ഒരാൾ പറഞ്ഞത്, തമാശയല്ല, അതൊരു ഗൗരവമായ നിരീക്ഷണമാണ്. അതായത് അമിത്ഷായും നരേന്ദ്രമോദിയുമൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് റാലിയിൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് സംസാരിക്കുമ്പോൾ അവരുടെ മനസ്സിൽ അടുത്ത സ്റ്റേറ്റാണ് കാണുക എന്നാണ്, സ്വപ്നം കാണുന്നത് അടുത്ത സ്റ്റേറ്റാണ്. അപ്പോൾ ബംഗാളിൽ നിന്ന് സംസാരിക്കുമ്പോൾ പഞ്ചാബിനെ അവർ സ്വപ്നം കാണും. അവർ പോയാലും ഇല്ലെങ്കിലും പഞ്ചാബിൽ കാര്യങ്ങൾ നടന്നിരിക്കും. ഇപ്പം നടന്നല്ലോ. ഇനി പഞ്ചാബിൽ ചെന്ന് നിന്ന് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവർ സ്വപ്നം കാണുന്നത് ഉത്തർപ്രദേശ് ആയിരിക്കും. ഉത്തർപ്രദേശിൽ നിന്ന് കാര്യങ്ങൾ പറയുമ്പോൾ അവർ കേരളം. ഇങ്ങനെ ഫ്യൂച്ചർ നോക്കി ഭാവിയിലേക്കുള്ള വലിയ സന്നാഹമാണ് BJP നടത്തുന്നത്. ഈ സന്നാഹം നടത്തുമ്പോൾ കോൺഗ്രസ് എവിടെയാണ്? NDI മുന്നണി എവിടെയാണ്? അവർ എങ്ങോട്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ട് അവർക്ക് ഇന്ത്യയിലെ വളരെ ഗൗരവമുള്ളൊരു പ്രതിപക്ഷമാവാൻ പറ്റുന്നില്ല? ആം ആദ്മി പാർട്ടി ഇപ്പോൾ ഏകദേശം അത് പിരിഞ്ഞ് നാശക്കോട്ടയായി നിൽക്കുന്നു. അണ്ണാ ഹസാരെ വരെ ഇന്നലെ അഭിപ്രായം പറഞ്ഞു, ഈ അരവിന്ദ് കെജ്രിവാളിന്റെ പ്രവർത്തന ശൈലിയിലുള്ള കുഴപ്പങ്ങൾ കൊണ്ടാണ് ആം ആദ്മി പാർട്ടി ഇങ്ങനെ വന്നത് എന്ന് അണ്ണാ ഹസാരെ വരെ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ആം ആദ്മി പാർട്ടിയിൽ ഇനി വലിയ വിശ്വാസം ജനങ്ങൾക്കുണ്ടോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. അപ്പോൾ തന്നെയാണ് മറ്റും ആളുകൾ, ഇപ്പം മമതാ ബാനർജി, അതുപോലെ തന്നെ കർണാടകത്തിലെ കോൺഗ്രസ്, പിന്നെ ഹിമാചൽ പ്രദേശ്, മറ്റ് പാർട്ടികൾ, അപ്പോൾ അഖിലേഷ് യാദവ് ഉണ്ട്, മറ്റ് മായാവതി, ഇങ്ങനെ ഒരുപാട് പാർട്ടികളുണ്ട് പ്രതിപക്ഷത്ത്. പിന്നെ ശരത് പവാർ ഉണ്ട്, മമതാ ബാനർജിൻ്റെ ഒത്തിരി ചേട്ടന്മാരുണ്ട്. പക്ഷേ ഇവരെല്ലാം ഈ വനിതാ ബില്ലിൽ അവരൊന്നിച്ച് വന്നു എന്നുള്ളതൊഴിച്ചാൽ എങ്ങനെയാണ് ഇത് കൃത്യമായി ഇവിടെ രാജ്യത്ത് BJPക്ക് ബദലായി ഒരു സംവിധാനമായി ഉയർന്നു വരുന്നത് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. കോൺഗ്രസ് അതിനുള്ള ഹോംവർക്ക് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ അധികാരം കിട്ടും എന്ന് പ്രതീക്ഷയിൽ നിൽക്കുന്നിടത്ത് കിട്ടിയിട്ടില്ല. പ്രതീക്ഷയിൽ നിൽക്കുന്ന കേരളത്തിൽ പോലും ആരാണ് മുഖ്യമന്ത്രി എന്നുള്ള തർക്കത്തിലേക്ക് അവർ പോവുകയാണ്. അപ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസ് ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദാരിദ്ര്യം അല്ലെങ്കിൽ പ്രശ്നം, ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നേതൃത്വ ദാരിദ്ര്യമാണ്. ഒരു മല്ലികാർജുന ഖാർഗെയോ അല്ലെങ്കിൽ ഒരു KC വേണുഗോപാലോ രാഹുൽ ഗാന്ധിയോ, സോണിയാഗാന്ധിക്ക് സുഖമില്ല, പിന്നെ പ്രിയങ്ക ഗാന്ധിയോ, അങ്ങനെ 4-5 പേരെ വെച്ചുകൊണ്ടുള്ള ഒരു കളിയാണ് ഇന്ത്യ മഹാരാജ്യത്ത് അവർ കളിക്കുന്നത്. അത് പോരാ, അവർക്ക് നിരവധി നേതാക്കളെ, എത്ര നേതാക്കളെയാണ് നഷ്ടപ്പെടുത്തിയത്. പ്രണബ് മുഖർജി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ മറ്റൊരു തരത്തിലേക്കുള്ളൊരു ഇന്ത്യ ആകുമായിരുന്നു കോൺഗ്രസിന്. അർജുൻ സിംഗ്, ഗുലാം നബി ആസാദ്, കാശ്മീരിലെ ഗുലാം നബി ആസാദ്, NCPയിലെ മഹാരാഷ്ട്രയിലെ ശരത് പവാർ, അതുപോലെ സച്ചിൻ പൈലറ്റ് മരിച്ചുപോയി. അങ്ങനെ നിരവധി നേതാക്കൾ, കോൺഗ്രസിൻ്റെ വളരെ പ്രമുഖരായിട്ടുള്ള നിരവധി നേതാക്കൾ ഉണ്ടായിരുന്നു. അവരെ ആരെയും വളരെ കൃത്യമായി കോൺഗ്രസ് അതിൻ്റെ കീ പോസ്റ്റുകളിൽ കൊണ്ടുവന്ന് പ്രയോജനപ്പെടുത്തിയില്ല. അങ്ങനെ പ്രയോജനപ്പെടുത്താത്തതിൻ്റെ വലിയ ദുരന്തമാണ്. സെക്കൻഡ് ലീഡർഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നില്ല എന്നുള്ളത് വളരെ വലിയൊരു പരിമിതിയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. അതവർ രാജ്യത്തുടനീളം, പഴയ കാലത്ത് അങ്ങനല്ല, ഇന്ദിരാഗാന്ധി രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രസംഗം കേൾക്കുമ്പോൾ രമേശ് ചെന്നിത്തലയെ പൊക്കുന്നു. രമേശ് ചെന്നിത്തല തന്നെ പല നേതാക്കളെയും പൊക്കിക്കൊണ്ടുവന്നിട്ടുണ്ട്. KC വേണുഗോപാൽ പൊക്കിക്കൊണ്ടുവന്നിട്ടുണ്ട്. VD സതീശൻ, അങ്ങനെ പുതിയ തലമുറയിൽപ്പെട്ടവരെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ദേശീയ തലത്തിലേക്ക് അങ്ങനെ പുതിയ തലമുറയിൽപ്പെട്ടവര് ആരും വരുന്നില്ല. ന്യൂജൻ നേതാക്കൾ ഉണ്ടായി വരുന്നില്ല എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു നഷ്ടമാണ്, അല്ലെങ്കിൽ ഒരു കുറവാണ്. അവർക്ക് ഈ പറഞ്ഞ പോലെ അശോക് ഗെഹ്ലോട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആളുകൾ ഉണ്ട് എന്നല്ലാതെ വളരെ സീരിയസ് ആയിട്ടുള്ള സീനിയർ ആയിട്ടുള്ള നേതാക്കൾ അവരുടെ കൂടെ ഇല്ല എന്നത്, അല്ലെങ്കിൽ അവർ ഉണ്ടാക്കിയെടുക്കുന്നില്ല എന്നുള്ളത് കോൺഗ്രസിന് വലിയൊരു പ്രശ്നമാണ്, ശാപമാണ്. ബംഗാളിൽ നോക്കൂ, ആരാണ് ബംഗാളിൽ സിദ്ധാർത്ഥ ശങ്കർ റേക്ക് ശേഷം ഒരു നല്ല നേതാവിനെ ഉണ്ടാക്കിയെടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞ 40-45 വർഷമായി. സിദ്ധാർത്ഥ ശങ്കറിന്റെ പോയിട്ട് ഇപ്പോൾ 10-40 വർഷം, അത് 77-ലെ കഥയാണ്.
എത്ര 87, 97, 2007, 2017, 2020, 50 വർഷമാകുന്നു. ആരെയാണ് കോൺഗ്രസിന് അവിടെ വളർത്തിയെടുക്കാൻ കഴിഞ്ഞത്? മമതാ ബാനർജിക്കൊക്കെ എതിരെ നിൽക്കാൻ, സുവേന്ദു അധികാരക്കെതിരെയൊക്കെ നിൽക്കാൻ ശക്തനായ ഒരു നേതാവിനെ അവിടെ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. രാജ്യത്താകെ പല സ്ഥലങ്ങളിലും ഇത് തന്നെയാണ് കോൺഗ്രസിന്റെ സ്ഥിതി. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുകയും ജനങ്ങൾക്ക് കോൺഗ്രസിനോട് മമതയില്ലാതെ വരികയും ചെയ്യുന്നതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നേതൃത്വ ദാരിദ്ര്യമാണ്, നേതാക്കളുടെ ക്ഷാമമാണ്. അത് എങ്ങനെ വരും, എങ്ങനെ കൊണ്ടുവരും എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും വളരെ കഷ്ടപ്പെട്ടാണ് ഇവർ ഇന്ത്യയിൽ പോകുന്നത്. അതേസമയം BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ഒന്ന് കഴിയുമ്പോൾ അടുത്തത് കഴിയുമ്പോൾ അടുത്തത് എന്നുള്ള നിലയിൽ വളരെ വലിയ ഗ്രഹപാഠം ചെയ്യുന്നു. ഈ ഗ്രഹപാഠത്തിന്റെ 1% പോലും കോൺഗ്രസ് നോക്കുന്നില്ല. അതിൻ്റെ ദുരന്തങ്ങൾ വളരെ വളരെ വലുതാണ്.